തിരുവോണവും നബിദിനവും ഇത്തവണ ഒരു ദിവസമായതുകൊണ്ട് തന്നെ മിക്കയിടങ്ങളിലും വേറിട്ട പരിപാടികൾ നടക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം അധികാരത്തൊടിയിലാണ്. ഇവിടെ നബിദിന റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിൻഭാഗത്ത് നിരവധി കുട്ടികൾ നബിദിനവുമായി ബന്ധപ്പെട്ട റാലിയിൽ പങ്കെടുത്ത് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന കാഴ്ച, വിവിധയിടങ്ങളിൽ മിഠായി വിതരണം ഉൾപ്പെടെയുണ്ട്. അധികാരത്തൊടിയിൽ നിന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത് അധികാരത്തൊടിയിലെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സുനിലാണ്. സാധാരണ ഈ നബിദിനത്തിന്റെ റാലി കടന്നു പോകുന്ന സമയത്ത് മിഠായിയാണ് കൊടുക്കാറ്, അല്ലെങ്കിൽ മിഠായിയാണ് വാങ്ങാറ്. ഇന്ന് തിരുവോണത്തിന്റെ ഭാഗമായി എന്താണ് എന്തോ കൈമാറുന്നത്? ഉസ്താദന്മാർക്കുള്ള പിന്നെ ഓണപ്പുടവ വരുന്നത്. തിരുവോണവും നബിദിനവും ഒരുമിച്ച് വന്നപ്പോൾ നിങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓണപ്പുടവ അവർക്ക് അതെ അതെ വർഷങ്ങളായിട്ട് കാണുന്നതാണ് ഇവിടെ നബിദിനം നടക്കുന്ന സമയത്ത് കൊടുക്കലുണ്ട്. നബിദിന ഓർമ്മകൾ എങ്ങനെയാണ്? നമ്മൾ ഒരുമിച്ച് ജനിച്ചു വളർന്ന ഒരുപാട് ആൾക്കാർ, ഞങ്ങളെ ഒരു കൂട്ടായ്മ അതന്നെ എൻ്റെ അടുത്ത്. ഓണക്കായിട്ട് എന്താ പരിപാടി? എല്ലാ പരിപാടിയും ഉണ്ട്, സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പള്ളി തിരിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടി ഉള്ളൊരു പരിപാടി. എനിക്ക് തോന്നുന്നത് ഓണവും നബിദിനവും ഒരുപക്ഷെ ആദ്യമായിട്ട് വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ അയൽവാസികളൊക്കെ ആണല്ലേ. ഇപ്പം നബിദിനായിട്ട് പോകുമ്പോൾ നമ്മളൊരു ഭാഗത്ത് ആഘോഷമായിട്ടുണ്ട്. അപ്പോൾ ഓണപ്പുടവ കൊടുത്ത് ഓണപ്പുടവ ഉണ്ട്. ഞങ്ങളിവിടെ എല്ലാവരും ഓണം പിന്നെ പെരുന്നാൾ എല്ലാം നല്ല ഒരു ഒരുമയിൽ നല്ലൊരു മട്ടത്തിലാണ് കൈകൾ. ഞങ്ങളൊക്കെ ഒറ്റ ഒരുമയിലാണ്. എൻ്റെ പെങ്ങന്മാരെ ആണ് ഇവരൊക്കെ. അത്രയും നല്ല ഒരുമയിലാണ്, ഒറ്റക്കെട്ടാണ്. പിന്നെ ഇപ്പോൾ ഓണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളിപ്പോൾ പോവും. പിന്നെ പെരുന്നാളുണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടി ക്ഷണിക്കും. അത്രയും വളരെ ഒരൊറ്റ ആളുകളെ ആണ് ഞങ്ങൾ. വളരെ ഒരുമയിൽ ഇന്ന് വരെ ഒരുമയിലാണ്. നബിദിനവും തിരുവോണാഘോഷം ഒരുമിച്ച് അങ്ങ് നടത്താം. അതെ, നബിദിനത്തിന്റെ പരിപാടി ഇനി ചെറിയ കുട്ടികളെ പരിപാടി ഉണ്ടാവും അവിടെ. അത് ഇന്നും നാളെയുണ്ട്. ഇന്നത്തോട് കഴിയൂല. അപ്പം നാളെയും കൂടി വെച്ചിട്ടുണ്ട് അവിടെ സ്റ്റേജ്. 2 ദിവസത്തെ പരിപാടി ചെയ്യിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ വളരെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട ഒരു നാടാണ്. എന്തായാലും ഇതൊക്കെ ഇവിടെ സാധാരണമാണ്. സൗഹൃദത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു മറ്റൊരു കഥയാണ്. സാധാരണഗതിയിൽ ഇന്നൊരു 2 ആഘോഷങ്ങൾ ഒരുമിച്ച് വരുന്നൊരു ദിവസമായതുകൊണ്ട് അത് അവരങ്ങനെ കാണുന്നു, അവരങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. അവരെല്ലാവരും അയൽവാസികളാണ്, ഒരുപോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. സന്തോഷത്തിൻ്റെ ദിനം അങ്ങനെ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അധികാരത്തൊടിയിലെ മനുഷ്യർ നമ്മളോട് പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.